ട്രാൻസാക്ഷൻ സെക്കൻഡ് മൊഡ്യൂളിൽ നെക്സ്റ്റ് വരുന്നതാണ് ഫ്രേസൽ വെർബ് ആൻഡ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്. ഫസ്റ്റ് വൺ ഫ്രേസൽ വെർബ്. എന്താണ് ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ? എ ഫ്രേസൽ വെർബ് ഈസ് എ വെർബ് ഫോളോഡ് ബൈ എ പ്രിപ്പോസിഷൻ ഓർ അഡ്വേർബ്. The combination creates a different meaning from the original verb. Phrasal verb is part of a large group of verbs called multi-part or multi-word verbs. അപ്പോൾ എന്താണ് ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ? എ വെർബ് ഫോളോഡ് ബൈ എ പ്രിപ്പോസിഷൻ ഓർ അഡ്വേർബ്. അപ്പോൾ വെർബ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കും? ഒരു പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ അഡ്വേർബോ ഉണ്ടായിരിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പുട്ട് ഓഫ്, പുട്ട് ഓൺ, ടേക്ക് ഓഫ്. അപ്പോൾ എന്താണ്? വെർബ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ അഡ്വേർബ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ദ കോമ്പിനേഷൻ ക്രിയേറ്റ്സ് എ ഡിഫറെൻറ്റ് മീനിങ് ഫ്രം ദി ഒറിജിനൽ വെർബ്. അപ്പോൾ എന്താണ്? ആ ഒറിജിനൽ വെർബിനെ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആയിരിക്കും ഈ വെർബും പിന്നെ ഈ പ്രിപ്പോസിഷനും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഫ്രേസൽ വെർബ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഫ്രേസൽ വെർബ്. ഏതൊക്കെയാണ്? ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ നോക്കാം. ദിസ് ഫ്രേസൽ വെർബ് നീഡ്സ് ആൻ ഒബ്ജക്റ്റ് ഇൻ ഓർഡർ ടു ബി യൂസ്ഡ്. അപ്പോൾ ഈ ട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. ഐ മെയ്ഡ് അപ്പ് ആൻ എക്സ്ക്യൂസ്. ഐ മെയ്ഡ് അപ്പ് ആൻ എക്സ്ക്യൂസ് എന്നുള്ളതാണ് ഒരു സെൻറ്റൻസ് അല്ലേ. ഇവിടെ എന്താണ്? ഐ സബ്ജക്റ്റ്, മെയ്ഡ് അപ്പ് ആൻ എക്സ്ക്യൂസ് അല്ലേ. സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ. ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ട്? ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഇനി സെക്കൻഡ് സെൻറ്റൻസ് നോക്കിയേ. മൈ ഗ്രാനി ബ്രോട്ട് അപ്പ് 8 children ബൈ യുവർ സെൽഫ് അല്ലേ. മൈ ഗ്രാനി സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. മൈ ഗ്രാനി ബ്രോട്ട് അപ്പ്. ബ്രോട്ട് അപ്പ് എന്നുള്ളതാണ് ഫ്രേസൽ വെർബ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് വരുമ്പോൾ എന്ത് വേണം? അവിടെ ഒബ്ജക്റ്റ് കൂടി വേണം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഇല്ലേ. മൈ ഗ്രാനി ബ്രോട്ട് അപ്പ് 8 children ബൈ ഹെർ സെൽഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് നീഡ്സ് ആൻ ഒബ്ജക്റ്റ് ഇൻ ഓർഡർ ടു ബി യൂസ്ഡ്. ട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബ്സ് ആണ് മെയ്ഡ് അപ്പ്, ബ്രോട്ട് അപ്പ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഇതിനെന്ത് വേണം? ഒബ്ജക്റ്റ് കൂടി ആവശ്യമാണ്. ഐ മെയ്ഡ് അപ്പ് ആൻ എക്സ്ക്യൂസ്, മൈ ഗ്രാനി ബ്രോട്ട് അപ്പ് 8 children ബൈ. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒബ്ജക്റ്റ് കൂടി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? സം ട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ്. ചില ട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് യു ക്യാൻ പ്ലേസ് ദ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ദ വെർബ് ആൻഡ് ദി പാർട്ടിക്കിൾ. അതായത് ഈ ട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബ്സിന് നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുല്ലേ, ഫസ്റ്റ് സെക്കൻഡ് സെൻറ്റൻസ് നോക്കിയാൽ മൈ ഗ്രാനി ബ്രോട്ട് അപ്പ് 8 children എന്ന് കണ്ടു. ബ്രോട്ട് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അത് ഒരുമിച്ചാണ് വരുന്നത്, ബ്രോട്ട് അപ്പ്. അപ്പോൾ പക്ഷേ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ആയിട്ട് എഴുതാനും പറ്റും. എങ്ങനെ? മൈ ഗ്രാനി ബ്രോട്ട് 8 children അപ്പ് ബൈ ഹെർ സെൽഫ് അല്ലേ. ബ്രോട്ട് അപ്പ് എന്നുള്ള ആ ഫ്രേസൽ വെർബിനെ ഇവിടെ എന്താക്കി? സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കിയേ, ലുക്ക്ഡ് അപ്പ് എന്നുള്ള ഇത് എങ്ങനെ എഴുതിക്കണേ? സൽമാൻ ലുക്ക് ദ വേർഡ് അപ്പ് ഇൻ ദ ഡിക്ഷണറി. അപ്പോൾ ലുക്ക്ഡ് അപ്പ് എന്നിട്ടുള്ള ആ ഫ്രേസൽ വെർബിനെ ഇവിടെ എന്തായിട്ട് എഴുതിയിട്ടുണ്ട്? സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെയോ ഇതിനെ നമുക്ക് ട്രാൻസിറ്റീവ് ഫ്രേസൽ വെർബ്സിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബ്രോട്ട് അപ്പ് എന്നുള്ളതിനെ എന്താണ്? ഹിയർ ബ്രോട്ട് 8 children അപ്പ് അല്ലേ. സെപ്പറേറ്റ് ആയിട്ട് എഴുതാനായിട്ടും പറ്റും. നെക്സ്റ്റ്, സം ഫ്രേസൽ കനോട്ട് ബി സെപ്പറേറ്റഡ് ആൻഡ് ദ ഒബ്ജക്റ്റ് മസ്റ്റ് ബി പ്ലേസ്ഡ് ആഫ്റ്റർ ദി പാർട്ടിക്കിൾ. ഓക്കെ,
ചില ഫ്രേസൽ വേർബ്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എങ്ങനെയാണ്? ലുക്ക് ഇൻ ടു എന്നൊക്കെ ഉള്ളത് അല്ലേ? അർജുൻ വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെപ്പറേറ്റ് എഴുതാനായിട്ട് പറ്റില്ല. എല്ലാ ഫ്രേസൽ വേർബിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാനായിട്ട് പറ്റില്ല. പിന്നെ സം ഫ്രേസൽ വേർബ് ക്യാൻ ടേക്ക് ആൻ ഒബ്ജക്റ്റ് എയ്തർ ബിറ്റ്വീൻ ദ വേർബ് ആൻഡ് ദി പാർട്ടിക്കിൾ ഓർ ആഫ്റ്റർ ദി പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ചില ഫ്രേസൽ വേർബ്സ് എന്താന്ന് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ക്യാൻ ടേക്ക് ആൻ ഒബ്ജക്റ്റ് എയ്തർ ബിറ്റ്വീൻ ദ വേർബ് ആൻഡ് ദി പാർട്ടിക്കിൾ. അതായത് വേർബിൻ്റെയും പാർട്ടിക്കിളിൻ്റെ ഇടയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ഹഫ്സൽ പിക്ഡ് അപ്പ് ദി ബുക്ക്, ഫസ്റ്റ് വൺ. ഈ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, ഹഫ്സൽ പിക്ഡ് ദ ബുക്ക് അപ്പ്. എങ്ങനെ വന്നേ? പിക്ഡ് ആദ്യം വന്നു, പിന്നെ ഒബ്ജക്റ്റ് വന്നു, ദെൻ അപ്പ്. അപ്പോൾ എന്താണ്? ദെൻ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്രൊനൗൺ, ദ പ്രൊനൗൺ മസ്റ്റ് ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ വേർബ് ആൻഡ് ദി പാർട്ടിക്കിൾ. ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് എന്താണ് പ്രൊനൗൺ ആണെന്നുണ്ടെങ്കിൽ ദ പ്രൊനൗൺ മസ്റ്റ് ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ വേർബ് ആൻഡ് ദി പ്രൊനൗൺ എവിടെയായിരിക്കും? വേർബിൻ്റെയും പാർട്ടിക്കിളിൻ്റെയും ഇടയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ അഫ്സൽ പിക്ഡ് ഇറ്റ് എന്നുള്ളത് ഒരു പ്രൊനൗൺ ആണ് അല്ലേ? ഇറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊനൗൺ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് വന്നിട്ടുള്ളത്? പ്രൊനൗൺ മസ്റ്റ് ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ വേർബ് ആൻഡ് ദി പാർട്ടിക്കിൾ. വേർബിൻ്റെയും പാർട്ടിക്കിളിൻ്റെ ഇടയിലായിട്ടല്ലേ ഇവിടെ ഇറ്റ് എന്ന് പറഞ്ഞ ഈ പ്രൊനൗൺ വന്നിട്ടുള്ളത്. അഫ്സൽ പിക്ഡ് ഇറ്റ് അപ്പ് അല്ലേ? നെക്സ്റ്റ് എന്താണ്? ഇറ്റ് എന്നുള്ളത് പ്രൊനൗൺ ആണ്. രമേശ് വിൽ സോർട്ട് ഇറ്റ്, ആ വില്ലിൻ്റെ രമേശ് വിൽ സോർട്ട് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? വേർബിൻ്റെയും പാർട്ടിക്കിളിൻ്റെയും ഇടയിലായിട്ടാണ് പ്രൊനൗണ് വന്നിട്ടുള്ളത്. അപ്പോൾ ട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബിൽ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എഴുതിയെടുക്കുക, എക്സാമ്പിളൊക്കെ എഴുതിയെടുത്തിട്ട് നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ, ക്ലിയർ ആവും ഒന്നുകൂടി. ദെൻ ഇൻട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് വൺ, ഇൻട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബ്. അൺലൈക്ക് ദ ട്രാൻസിറ്റീവ് വൺ, ദീസ് വേർബ്സ് ഡോണ്ട് നീഡ് ആൻ ഒബ്ജക്റ്റ് വെൻ യൂസ്ഡ് ഇൻ എ സെൻറ്റൻസ്. അപ്പോൾ ട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബിൻ്റെ പോലെയല്ല, ഇൻട്രാൻസിറ്റീവിന് എന്ത് ആവശ്യമില്ല, ഒബ്ജക്റ്റിൻ്റെ ആവശ്യം ഇല്ല. എങ്ങനെ വന്നത്? ഹീസ് സഡൻലി ഷോവ്ഡ് അപ്പ് ഇല്ലേ? ഇവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യം ആ സെൻറ്റൻസിൽ വരുന്നില്ല ഇൻട്രാൻസിറ്റീവ് ആവുമ്പോൾ. ഹീ സഡൻലി ഷോവ്ഡ് അപ്പ്. ദെൻ മൈ കാർ ബ്രോക്ക് ഡൗൺ അല്ലേ? സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, ഒബ്ജക്റ്റിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. മൈ കാർ ബ്രോക്ക് ഡൗൺ. ഇനി അവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഹാങ് ഔട്ട്, ദെൻ ബീഫ് അപ്പ്, ചിപ്പ് ഇൻ, കൗണ്ട് ഓൺ, ഡിഷ് ഔട്ട്, ഫിഗർ ഔട്ട്, ഗെറ്റ് എവേ, ടോയ് വിത്ത്, ടുക്ക് ആഫ്റ്റർ, പുട്ട് അപ്പ് വിത്ത്, സോർട്ട് ഔട്ട്, ടെൽ ഓഫ്, ടേൺ ഡൗൺ, ടേൺ അപ്പ്, വൈൻഡ് അപ്പ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ടു സ്പെൻഡ്. ഹാങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹാങ് ഔട്ട്, ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ എ പ്ലേസ്. അപ്പോൾ ഫ്രേസൽ വേർബ്സ് എഴുതിയിട്ട് എല്ലാതും എന്ത് ചെയ്യുക? ലിസ്റ്റ് ചെയ്യുക, നോട്ടിലേക്ക് എഴുതിയെടുക്കുക, അതിൻ്റെ മീനിങ് നേരെ എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഹാങ് ഔട്ട്, ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ എ പ്ലേസ്, ഒരു സ്ഥലത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക, അപ്പോഴാണ് ഹാങ് ഔട്ട് പറയുക. ദെൻ ബീഫ് അപ്പ്, ടു മേക്ക് സംതിങ് ബിഗ്ഗർ ഓർ ബെറ്റർ, എന്തെങ്കിലും നന്നാക്കുക, വലുതാക്കുക അല്ലെങ്കിൽ ബെറ്റർ ആക്കുക. ദെൻ ചിപ്പ് ഇൻ പറഞ്ഞാൽ എന്താ? ടു ആഡ് ഓർ കോൺട്രിബ്യൂട്ട് സംതിങ്, ഇതിലേക്കും എന്ത് ചെയ്യുക? എന്തെങ്കിലും ആഡ് ചെയ്യുക അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ കൗണ്ട് ഓൺ, ടു ഡിപ്പെൻഡ് അല്ലെങ്കിൽ ട്രസ്റ്റ്. ദെൻ ഡിഷ് ഔട്ട്, ടു ഡിസ്ട്രിബ്യൂട്ട്. അപ്പോൾ ടു ഡിസ്ട്രിബ്യൂട്ട്, സെർവ് എന്നുള്ളതൊക്കെ പറയുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഡിഷ് ഔട്ട് യൂസ് ചെയ്യാം. ദെൻ ഫിഗർ ഔട്ട്, ടു അണ്ടർസ്റ്റാൻഡ് ഓർ കാൽക്കുലേറ്റ് സംതിങ്. ദെൻ ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ എന്താ? എസ്കേപ്പ് ഫ്രം എ പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഹാവ് എ ഹോളിഡേ.
Then toy with, to consider a plan or idea. Then look after, പറയുന്നത് take care of. Then put up with, to tolerate. Then sort out, to order or deal with an issue successfully. Then tell off, scold, ശകാരിക്കുക. Then turn down, reject ചെയ്യുക. Turn up, to be found, especially by chance or arrive. എന്താണ് ബൈ ചാൻസിൽ നമ്മൾ എന്തെങ്കിലും കണ്ടെത്തുക. ദെൻ വൈൻഡ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു കൺക്ലൂഡ് ആൻ ഐഡിയ ഓർ എ പ്ലാൻ. അപ്പോൾ ഇതൊക്കെ എന്താണ് ഫ്രേസൽ വേർബ്സ് ആണ്. എഴുതിയെടുത്തിട്ട് മീനിങ്സ് നോട്ടിൽ എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഈ ഫ്രേസൽ വേർബ്സ് ഒക്കെ സെൻറ്റൻസിൽ യൂസ് ചെയ്യാം. ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്, ഗെറ്റ് അവേ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഗെറ്റ് അവേ പറഞ്ഞ എന്തായിരുന്നു, എസ്കേപ്പ് ഫ്രം എ പ്ലേസ് അല്ലെങ്കിൽ ഹാവ് എ ഹോളിഡേ. എങ്ങനെയാ, വി ആർ ഹോപ്പിംഗ് ടു ഗെറ്റ് അവേ ഫോർ എ ഫ്യൂ ഡേയ്സ് അറ്റ് ഈസ്റ്റർ. എന്താ മീനിങ്, ഈസ്റ്ററിന് ഞങ്ങൾ എന്ത് ഒരു ഹോളിഡേ അല്ലെങ്കിൽ ഇവിടുന്ന് പോവാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രിപ്പ് ഞങ്ങൾ പോവാൻ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹോളിഡേ ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ എന്താണ്, വി കാൺട്ട് കൗണ്ട് ഓൺ ദിസ് വാം വെതർ ലാസ്റ്റിംഗ്. വി കാൺട്ട് കൗണ്ട് ഓൺ എന്തായിരുന്നു, ടു ഡിപ്പെൻഡ് ഓർ ട്രസ്റ്റ് അല്ലേ. വി കാൺട്ട് കൗണ്ട് ഓൺ ദിസ് വാം വെതർ ലാസ്റ്റിംഗ്. നെക്സ്റ്റ് എന്താണ്, ദേ ആർ ടാക്കിംഗ് ഇൻ മോർ വർക്കേഴ്സ് ടു ബീഫ് അപ്പ് പ്രൊഡക്ഷൻ. ബീഫ് അപ്പ് എന്താണ്, ബീഫ് അപ്പ് എന്തായിരുന്നു പറഞ്ഞത്, ടു മേക്ക് സംതിങ് ബെറ്റർ. ദെൻ ദ ലോക്കൽ കിഡ്സ് ഹാങ് ഔട്ട് അറ്റ് ദ മാൾ. ദ ലോക്കൽ ഹാങ് ഔട്ട് എന്തായിരുന്നു, ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ എ പ്ലേസ്. അപ്പോൾ എന്താണ്, ലോക്കൽ കിഡ്സ് ഹാങ് ഔട്ട് അറ്റ് ദ മാൾ എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, മാളിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റുഡൻസ് ആർ ഡിഷിങ് ഔട്ട് ലീഫ്ലെറ്റ്സ് ടു പാസേഴ്സ് ബൈ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, ഐ ആം നോട്ട് ഗോയിങ് ടു പുട്ട് അപ്പ് വിത്ത് ദെയർ സ്മോക്കിംഗ് എനി ലോങ്ങർ. പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുന്നത് ടോളറേറ്റ്. ദെൻ ഇഫ് യു ക്യാൻ വെയിറ്റ് എ മൊമെൻറ്റ് ഐ വിൽ സോർട്ട് ഇറ്റ് ഔട്ട് ആൾ ഫോർ യു. സോർട്ട് ഔട്ട് എന്തായിരുന്നു, ടു ഓർഡർ അല്ലെങ്കിൽ എന്താണ്, ഡീൽ വിത്ത് ആൻ ഇഷ്യൂ. ദെൻ ഇഫ് വി ആൾ എഗ്രി ലെറ്റ് us വൈൻഡ് അപ്പ് ദ ഡിസ്കഷൻ. നിങ്ങളെല്ലാവരും എഗ്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡിസ്കഷൻ വൈൻഡ് അപ്പ് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. ഇഫ് എവരി വൺ ചിപ്സ് ഇൻ, ഇഫ് എവരി വൺ ചിപ്സ് ഇൻ, ചിപ്സിന് എന്തായിരുന്നു, ടു ആഡ് ഓർ കോൺട്രിബ്യൂട്ട് സംതിങ്. ഇഫ് എവരി വൺ കോൺട്രിബ്യൂട്ട് ഓർ ഇഫ് എവരി വൺ കോൺട്രിബ്യൂട്ട് സംതിങ് വി വിൽ ഏബിൾ ടു ബൈ ഹർ എ റിയലി നൈസ് പ്രസൻറ്റ്. എല്ലാവരും എന്ത് ചെയ്യാണ്, കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിപ്സ് ഇൻ, നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവൾക്ക് നല്ലൊരു പ്രസൻറ്റ് വാങ്ങിക്കൊടുക്കാം. ദെൻ ഐ ടോൾഡ് ദ ബോയ്സ് ഓഫ് ഫോർ മേക്കിംഗ് സോ മച്ച് നോയ്സ്. ഓക്കെ, നെക്സ്റ്റ് ഐ ബ്രീഫ്ലി ടോയ്ഡ് വിത്ത്. ടോയ് വിത്ത് എന്തായിരുന്നു, ടു കൺസിഡർ എ പ്ലാൻ ഓർ ഐഡിയ. ഐ ബ്രീഫ്ലി ടോയ്ഡ് വിത്ത് ദ ഐഡിയ, കൺസിഡർ ചെയ്യുക ഐഡിയ ഓഫ് ലിവിങ് ഇൻ ഫ്രാൻസ് ലാസ്റ്റ് ഇയർ. നെക്സ്റ്റ് ഹി ആസ്ക്ഡ് ഹർ ടു മാരി ഹിം ബട്ട് ഷീ ടേൺഡ് ഹിം ഡൗൺ. ടേൺ ഡൗൺ മീൻസ് റിജക്റ്റ്. He asked her to marry him, but she rejected him. Have you figured out how much the trip will cost? Have you figure out എന്താണ്, കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ട്രിപ്പിന് എത്രത്തോളം കോസ്റ്റ് വരും നിങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ടോ, കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ. ദെൻ ഡോണ്ട് വറി അബൌട്ട് മീ, ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ മൈസെൽഫ്. ലുക്ക് ആഫ്റ്റർ മീൻസ് ടേക്കിംഗ് കെയർ. Okay, don't worry about me, I can taking care of myself. As the riot police approached, the crowd turned up. Turn up means to be found. The crowd turned up with slogans. Here the arrive എന്നുള്ള മീനിങ് അവർ.
As the riot police approached, the crowd turned up with slogans. The crowd arrayed with slogans. ഓക്കെ, അപ്പോൾ ഫ്രേസൽ വെർബ്സ് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസുകൾ എഴുതിയെടുക്കുക, പഠിക്കുക. നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഹിയർ റീഡ് ദ ബിലോ പാരഗ്രാഫ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫ്രേസൽ വെർബ്സ്. For a long time, Smita was toying with the idea of hanging out with a very handsome man called Mithun, and then one day he turned up at her door. Smita was toying with the idea. Toy with എന്തായിരുന്നു? Consider a plan or idea. She was toying with the idea of hanging out with a very handsome man called Mithun. Hanging out എന്തായിരുന്നു? To spend a lot of time. So എന്താണ്, സ്മിത ഒരുപാട് കാലമായിട്ട് വിചാരിക്കുന്നു മിഥുൻ്റെ കൂടെ എന്താണ് ലോട്ട് ഓഫ് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ളത്. Then one day he turned up at her door. Turned up എന്താണ്? To be arrived അല്ലേ? ഒരു ദിവസം എന്ത് ചെയ്തു? He arrived at her. Mithun took his coat off and sat down. Seeing this, she could not figure out anything. So, figure out എന്താണ്? Understand അല്ലെങ്കിൽ കാൽക്കുലേറ്റ് അല്ലേ? അപ്പോൾ അത് കണ്ടപ്പോൾ എന്താണ് ഒന്നും മനസ്സിലായില്ലേ? സ്മിതയ്ക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ലേ? She could not figure out, she could not understand anything. Then he explained the situation. Okay. While driving past her house, his car broke down. എന്താണ് സംഭവിച്ചത്? Broke down. കാറ് ബ്രേക്ക് ഡൗൺ ആയി. Then it was outside. Suddenly Smita chipped in with a suggestion. Chip in എന്താണ്? To add or contribute something. അപ്പോൾ എന്താണ്? ഒരു സജഷൻ നൽകി. She said that she could easily sort out the problem because she knew a mechanic whom he could really count on. അപ്പോൾ സോർട്ട് ഔട്ട് എന്താണ്? പ്രോബ്ലം ഡീൽ വിത്ത് ആൻ ഇഷ്യൂ സക്സസ്ഫുള്ളി എന്നുള്ളതാണ് അല്ലേ? എന്താണ്? പ്രോബ്ലം ഡീൽ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, എന്താണ്? ഷീ ന്യൂ എ മെക്കാനിക് ഹൂം ഹി കുഡ് റിയലി കൗണ്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ട്രസ്റ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡ്. എന്താണ്? നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ, വിശ്വസിക്കാൻ പറ്റിയ ഒരു മെക്കാനിക്കിനെ അറിയാം. ഷീ ലുക്ക്ഡ് അപ്പ് the nearest garage in the phone book to call out the mechanic for him. Meanwhile, she offered him a cup of tea and dished out some snacks. He accepted, but then she realized there was no milk. We have run out of milk. Okay, she said and went out to buy milk. While Smita was away, the mechanic turned up, arrived. Mechanic etti. He got along with mending the car while Mithun watched. When it was over, Mithun got away in his car without waiting Smita. Got away എന്തായിരുന്നു? Get away, escape അല്ലെങ്കിൽ അവിടുന്ന് പോയി. In the shop, she suddenly remembered that her little baby sister, who she was looking after, was at home. Looking after എന്തായിരുന്നു? Take care of. She ran back to the house and saw Mithun had left. Her little sister was crying inside. So, നമ്മൾ പറഞ്ഞിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ഒക്കെ എങ്ങനെയാണ് സെൻറ്റൻസിൽ യൂസ് ചെയ്തേക്കണേ എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ ഫ്രേസൽ വെർബ് കഴിഞ്ഞു. ഫ്രേസൽ വെർബ്സ് എന്താണെന്ന് പറഞ്ഞു, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു, ഓരോത്തിനും എക്സാമ്പിൾസ് പറഞ്ഞു.
നെക്സ്റ്റ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. എന്താണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ? Idioms are group of words in a fixed order which have a meaning that cannot be guessed by knowing the meaning of the individual word. The proper use of idioms add color and appeal to one's language. It is commonly used in formal, spoken and written forms of language. So, idioms are group of words in a fixed order which have a meaning. എന്താണ്? മീനിങ് ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് കനോട്ട് ബി ഗസ്ഡ് ബൈ നോവിങ് ദ മീനിങ് ഓഫ് ദി ഇൻഡിവിജ്വൽ വേർഡ്. അതായത് അവിടെ കൊടുത്തിരിക്കുന്ന ആ വേർഡിൻ്റെ എന്താണ് മീനിങ്, അത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഇഡിയംസിൻ്റെ മീനിങ് നമുക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ബ്രേക്ക് എ ലെഗ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ നമുക്ക് എന്താ ആദ്യം അതിൻ്റെ മീനിങ് എന്തായിരുന്നു? ഈ ഒരു ഇൻഡിവിജ്വൽ വേർഡിൻ്റെ ബ്രേക്ക് എ ലെഗ് അല്ലേ, ലെഗ് ബ്രേക്ക് ചെയ്യുക. പക്ഷേ ഇതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ് ശരിക്കും വരിക? ഗുഡ് ലക്ക് എന്നുള്ളതാണ് അല്ലേ. നമ്മുടെ എക്സാമിനൊക്കെ ആരെങ്കിലും പോകുമ്പോൾ നമ്മൾ ഗുഡ് ലക്ക് എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് എ ലെഗ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. ഈ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ ഒക്കെ എന്താ അതിൻ്റെ മീനിങ് എന്താണെന്ന് തോന്നുക? ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് അല്ലേ, പൂച്ചയെ ബാഗിൽ നിന്നും പുറത്തെടുക്കുക അല്ലേ. പക്ഷെ ഇതിൻ്റെ മീനിങ് എന്താണ്? റിവീൽ എ സീക്രട്ട് ടു സം വൺ അല്ലേ, രഹസ്യം പുറത്താക്കുക എന്നുള്ളതാണ്. സീക്രട്ട് പുറത്താക്കുക. ഓക്കെ, സോ വിച്ച് ഹാവ് എ മീനിങ് ദാറ്റ് കനോട്ട് ബി ഗസ്ഡ് അല്ലേ. നമുക്ക് ആ മീനിങ് അങ്ങനെ ഗസ് ചെയ്തിട്ട് പറയാനായിട്ട് പറ്റില്ല ബൈ നോയിങ് ദ മീനിങ് ഓഫ് ദി ഇൻഡിവിജ്വൽ വേർഡ്. ദെൻ ദ പ്രോപ്പർ യൂസ് ഓഫ് ഇഡിയംസ് ആഡ് കളർ ആൻഡ് അപ്പീൽ ടു വൺസ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഇഡിയംസ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ലാംഗ്വേജിന് കുറച്ചുകൂടിയൊക്കെ ഒരു എന്താണ് കളറൊക്കെ വരും. അതായത് നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എഴുതാനൊക്കെ പറ്റും. ഓക്കെ, സോ ഇവിടെ കുറച്ച് ഇഡിയംസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മീനിങ് ഉണ്ട്. എന്താ ഫസ്റ്റ് വൺ നോക്കാം. എ ബോൺ ഓഫ് കണ്ടൻഷൻ. എ ബോൺ ഓഫ് കണ്ടൻഷൻ എന്താണ് മീനിങ്? എ സബ്ജക്റ്റ് വിച്ച് കോസസ് ഡിസഗ്രിമെൻറ്റ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്. അതായത് ഡിസഗ്രിമെൻറ്റിനോ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റിനോ കാരണമാവുന്ന ഒരു വിഷയത്തെയാണ് നമ്മൾ എന്ത് പറയുക? എ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയാം. ദെൻ എ ഷോൾഡർ ടു ക്രൈ ഓൺ. എ ഷോൾഡർ ടു ക്രൈ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഹൂ ഗേവ്സ് യു സിമ്പതി അല്ലേ, നിങ്ങൾക്ക് സിമ്പതി തോന്നുന്ന ആൾ, അതാണ് നമ്മളെന്ത് പറയുക? എ ഷോൾഡർ ടു ക്രൈ ഓൺ. നെക്സ്റ്റ് ബ്രേക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. ബ്രേക്കിംഗ് അപ്പ് ദി റോങ് ട്രീ. ടു മേക്ക് ദ റോങ് ചോയ്സ്. എന്താണ്? നമ്മൾ തെറ്റായിട്ടുള്ള ചോയ്സ് എടുക്കുക, സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ റോങ് പേഴ്സണോട് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരാളോട് ചോദിക്കുക, റോങ് പേഴ്സണോട്. അതാണ് ബ്രേക്കിംഗ് അപ്പ് ദി റോങ് ട്രീ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡിൽസ്. ബോത്ത് എൻഡ്സ്, കാൻഡിലിൻ്റെ രണ്ടറ്റവും കത്തിക്കുക. എന്താണ് മീനിങ്? എന്താ ശരിക്കും? ടു ഡു ടു മെനി തിങ്സ് ആൻഡ് ഗോയിങ് ടു ബെഡ് ലൈറ്റ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വൈകി കിടക്കുക. അതിനെന്ത് പറയുക? ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. ഇൻ ഓർ ബൈ ലീപ്സ് ആൻഡ് ബൗൺസ്. എന്താണ്? വെരി ക്വിക്ക്ലി, വളരെ വേഗത്തിൽ, അല്ലെങ്കിൽ ഇൻ എ ലാർജ് എമൗണ്ട്. നെക്സ്റ്റ് ലോക്ക് ഹോൺസ് വിത്ത് സംബഡി. ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ആൻ ആർഗ്യുമെൻറ്റ്. ഒരു ആർഗ്യുമെൻറ്റിലോ അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റിലോ ഇൻവോൾവ് ആവുന്നതിനെയാണ് ലോക്ക് ഹോൺസ് എന്ന് പറയുക. ദെൻ പോർ യുവർ ഹാർട്ട് ടു സംബഡി. പോർ യുവർ ഹാർട്ട് ടു സംബഡി അല്ലേ, നിങ്ങളുടെ ഹാർട്ട് മറ്റൊരാൾക്ക് എന്താ നൽകുക? എന്താണ്? ടു ടെൽ സംബഡി ആൾ യുവർ പ്രോബ്ലംസ് ഓർ ഫീലിംഗ്. എന്താണ്?
നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും ഫീലിങ്സും ഒക്കെ ഒരാളോട് പറയുക എന്നുള്ളതാണ് pour your heart to somebody എന്നുള്ളതിനർത്ഥം. നെക്സ്റ്റ് റാക്ക് യുവർ ബ്രെയിൻസ് പറഞ്ഞാൽ എന്താണ്? ടു തിങ്ക് വെരി ഹാർഡ് ഓർ ഫോർ എ ലോങ് ടൈം അബൌട്ട് സംതിങ്. ഒരുപാട് സമയം അല്ലെങ്കിൽ വളരെ ഹാർഡായിട്ടൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എന്ത് പറയുക? റാക്ക് യുവർ ബ്രെയിൻ എന്ന് പറയാം. പിന്നെന്താണ്? റൗണ്ട് ദ കോർണർ. റൗണ്ട് ദ കോർണർ വളരെ അടുത്ത്, വെരി നിയർ. റൺ ഔട്ട് ഓഫ് സ്റ്റീം. ലോസ് യുവർ എനർജി ആൻഡ് enthusiasm. Next, stick to your guns. To refuse to change your mind about something even when other people are trying to persuade. To refuse to change your mind, അതായത് ആരെന്ത് പറഞ്ഞാലും നമ്മളെ മൈൻഡ് നമ്മൾ മാറ്റാതെ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കില്ലേ, അതാണ് സ്റ്റിക്ക് യുവർ ഗൺസ് എന്ന് പറയുന്നത്. ത്രോ യുവർ വെയ്റ്റ് അറൗണ്ട് ഓർ അബൌട്ട്. ടെൽ പീപ്പിൾ വാട്ട് ടു ഡു ഇൻ എ ബോസി വേ. ടെൽ പീപ്പിൾ വാട്ട് ടു ഡു ഇൻ എ ബോസി വേ. അതായത് നമ്മൾ എന്താ ഒരു ബോസി വേ നമ്മൾ ആജ്ഞാപിക്കില്ലേ, അതാണ് ത്രോ യുവർ വെയ്റ്റ് അറൗണ്ട് അബൌട്ട്. ടു ടൈ ദ നോട്ട്. ഗെറ്റ് മാരീഡിനെയാണ് എന്ത് പറയുക? ടു ടൈ ദ നോട്ട്. റെക്ക് ഹാവ് ഓൺ സംബഡി. കോസ് എ ലോട്ട് ഓഫ് ഡാമേജ്. ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുക. അറ്റ് യുവർ വിറ്റ്സ് എൻഡ്. ടു ബി വെറീഡ് അബൌട്ട് എ പ്രോബ്ലം ദാറ്റ് യു ഡു നോട്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. എന്ത് ചെയ്യണം എന്നറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് വെറി ചെയ്യുന്നതിനെയാണ് അറ്റ് യുവർ വിറ്റ്സ് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇഡിയംസ് സെൻറ്റൻസിൽ യൂസ് ചെയ്തേക്കണമെന്ന് നോക്കാം. My friend George spent a number of years as a customer service assistant in a computer company. By the time he was 35, he realized that his financial condition was improving at a snail's pace. Snail's pace എന്താ നമ്മൾ പറഞ്ഞത്? സ്നെയിൽസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ വെരി സ്ലോലി, വളരെ പതുക്കെ പ്രോഗ്രഷൻ ഉണ്ടാവുന്നതിനെയാണ് സ്നെയിൽസ് പ്ലേസ് എന്ന് പറയാം. ഓക്കെ, he realized that his financial condition was improving. ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പതുക്കെ സ്ലോയിൽ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. he racked his brains for some new idea. racked his brains എന്തായിരുന്നു? think very hardly അല്ലേ? പുതിയ ഐഡിയയെക്കുറിച്ച് ചിന്തിച്ചു, വളരെ ഹാർഡായിട്ട് ചിന്തിച്ചു. that would bear fruit. bear fruit means പോസിറ്റീവ് റിസൾട്ട്. ഒരുപാട് എന്താണ് അധ്വാനത്തിൻ്റെ ഫലമായിട്ട്, ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന പോസിറ്റീവ് റിസൾട്ടിനെയാണ് bear fruit എന്ന് പറയാം. that bring him fortune. After weeks he realized that the answer was right under his nose. right under nose എന്ന് പറഞ്ഞാൽ എന്താ? to be in a place that you can clearly see. അതായത് വളരെ അടുത്ത്, വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നത്. സോ ദ റിസൾട്ട് വാസ് ക്ലിയർ. ഹി വുഡ് ക്രിയേറ്റ് എ ഗാഡ്ജറ്റ് ദാറ്റ് ക്ലീൻസ് ദ കിച്ചൺ വൈൽ പീപ്പിൾ സ്ലീപ്പ്. ദെൻ സിൻസ് ഹി ന്യൂ ഹി നീഡഡ് ടു മേക്ക് അപ്പ് ഫോർ ലോസ്റ്റ് ടൈം ഹി ബിഗാൻ ടു ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് നമ്മൾ പറഞ്ഞതാണ് എന്താണ്? ഒരുപാട് ലേറ്റായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതില്ലേ, ഒരുപാട് വർക്ക് ചെയ്തിട്ട് ലേറ്റായിട്ട് കിടന്നുറങ്ങുക. ഡ്യൂറിങ് ദ ഡേ ഹി കണ്ടിന്യൂഡ് ഹിസ് ജോബ് ബട്ട് ഹി വർക്ക്ഡ് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. ആഫ്റ്റർ മെനി എക്സ്പെരിമെൻറ്റ്സ് ഹി ഫെൽറ്റ് ദാറ്റ് സക്സസ് വാസ് റൗണ്ട് ദ കോർണർ. സക്സസ് വാസ് വെരി നിയർ. സക്സസ് വളരെ അടുത്തെത്തി, വെരി നിയർ. Finally, he invented the gadget. Now, I just need to find someone to help me sell this product, he thought to himself. That's when he felt he was at his wits' end. At his wits' end Vananda, to be worried about a problem that you do not know what to do next. അടുത്ത് എന്താണെന്നറിയാതെ
ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വെറി ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് വെൻ ഹി ഫെൽറ്റ് ഹി വാസ് എന്നപ്പോൾ അത്രത്തോളം വെറീഡായി. അറ്റ് ലാസ്റ്റ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഫൈൻഡ് ആൻ ഇൻവെസ്റ്റർ. After making a few presentations, he made a man who was willing to invest. Soon after they made an agreement, my friend learned that the investor was a man who often threw his weight around. So the investor was a man who often threw his weight around. അല്ലെങ്കിൽ throw his weight around എന്തായിരുന്നു? Tell people what to do in a ബോസി വേ, അല്ല ഒരു ബോസി വേയിൽ ആളുകളോട് എന്താണ് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നതിനെയാണ് പറയുന്നത്. The decision seemed to affect him badly. He felt he was running out of steam. Running out of steam എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോസ് യുവർ എനർജി ആൻഡ് എന്തൂസിയാസം. എന്താണ്? ഹി ലോസ്റ്റ് ഹിസ് energy. Okay. Right from the beginning, the two men locked horns. Right from the beginning, the two men locked horns പറഞ്ഞാൽ എന്താണ്? ഒരു ആർഗ്യുമെൻറ്റിൽ ഇൻവോൾവ് ആവുക. So the two men involved. The sharing of profit became a bone of contention. A bone of contention means a subject which causes disagreement. Okay, the sharing of profit. പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ള കാര്യം എന്ത് ചെയ്തു? ഒരു ആർഗ്യുമെൻറ്റിലെത്തി, അവർക്കിടയിൽ അല്ലെ ഒരു ആർഗ്യുമെൻറ്റിൽ അല്ലെങ്കിൽ ഡിസഗ്രിമെൻറ്റിലെത്തി. ഹിസ് പാർട്ട്ണർ കെപ്റ്റ് ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ ബൈ ക്വസ്റ്റ്യനിങ് ദ ഡിസൈൻ ഓഫ് ദി ക്ലീനിങ് ഗാഡ്ജറ്റ്സ്. ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറഞ്ഞാൽ വേഴ്സൺ ആൻഡ് ഓൾറെഡി ബാഡ് സിറ്റുവേഷൻ. ഓൾറെഡി ബാഡായിരിക്കുന്ന, ഓൾറെഡി മോശമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ അങ്ങനെ പിന്നെയും മോശമാക്കുക. അതായത് നമ്മൾ എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയില്ലേ, ദാറ്റ് ഈസ് ഫ്യൂവൽ ടു ദ ഫയർ. സോ ഹിസ് പാർട്ട്ണർ വാസ് വേഴ്സൺ ദാറ്റ് സിറ്റുവേഷൻ. ഓക്കെ, ദെൻ ദേ പിക്ഡ് അപ്പ് ഫൈറ്റ്സ് ഓഫ് ആൻഡ് ഓൺ. George approached his elder brother and poured his heart out to him. Poured his heart എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ സീക്രട്സും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, മറ്റൊരാളോട് പറയാം. But soon he realized he was barking up the wrong tree. Barking up the wrong tree എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടുള്ള ഒരാളോടാണ് പറയണത് എന്നുള്ളത്. The brother did not think it was worth the fight. But George stuck to his gun. ആ ഡിസിഷനിൽ തന്നെ ഉറച്ചു നിന്നു. And decided to go the whole hog. And decided go the whole hog എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഡു സംതിങ് ഇൻ എ വെരി തറോ ആൻഡ് കംപ്ലീറ്റ് വേ. അതായത് ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ തറോ ആയിട്ടെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് വിചാരിച്ചു. ഹി ടുക്ക് ദ ഇൻവെസ്റ്റർ ടു കോർട്ട് വെയർ ഇറ്റ് വാസ് സെറ്റിൽഡ് ഇൻ ജോർജ് ഫേവർ. ജോർജ് മെയ്ഡ് ഹിസ് മില്യൺസ്, ബട്ട് ദ ഹോൾ എക്സ്പീരിയൻസ് ഹാഡ് wreaked havoc in his life. Havoc means cause a lot of damage. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് ഡാമേജ് ഇത് ഉണ്ടാക്കി. ജോർജ് വാസ് ബാഡ്ലി ലുക്കിംഗ് ഫോർ എ ഷോൾഡർ ടു ക്രൈ ഓൺ. ലുക്കിംഗ് ഫോർ എ ഷോൾഡർ ടു ക്രൈ ഓൺ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഗീവ്സ് യു സിമ്പതി. അപ്പോൾ അങ്ങനെ ഒരാൾ എന്താണ് വാസ് ബാഡ്ലി ലുക്കിംഗ് ഫോർ എന്താണ് അങ്ങനെ ഒരു ആൾക്ക് വേണ്ടിയിട്ട് അയാൾ തിരയായിരുന്നു, അങ്ങനെ ഒരു സിമ്പതി തോന്നുന്ന ഒരു ആൾക്ക് വേണ്ടിയിട്ട്. ഇറ്റ് വാസ് അറ്റ് ദിസ് ടൈം that a business woman expressed her desire to tie the knot with him. Tie the knot, get married. അപ്പോൾ മാരി ചെയ്യാൻ ഉള്ള ഒരു വുമൺ എന്ത് ചെയ്തു? ബിസിനസ് വുമൺ മാരി ചെയ്യാനുള്ള ഡിസയർ അറിയിച്ചു. They soon got married. George's enthusiasm increased in leaps and bounds. Leaps and bounds means very quickly അല്ലെങ്കിൽ ലാർജ് എമൗണ്ട്. അപ്പോൾ ഒരുപാട്
increased in large amount. He soon realized that he had found his match in her. ഓക്കെ, അപ്പോൾ ഓരോ ഇഡിയംസും എഴുതിയെടുക്കുക, മീനിങ് എഴുതിയിട്ട് പഠിക്കാം. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ സെൻറ്റൻസിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ സെൻറ്റൻസിൽ ഇഡിയംസ് നമ്മൾ ടേബിളിൽ നേരത്തെ കണ്ട ഇഡിയംസ് എങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളതിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ടൈ ദ നോട്ട് എന്തായിരുന്നു? ഗെറ്റ് മാരീഡ്. ഷീ ഡിസൈഡഡ് ടു ടൈ ദ നോട്ട് വിത്ത് ഹിം ഓൺലി ആഫ്റ്റർ ഹർ സ്റ്റഡീസ്. എന്താണ്? പഠനത്തിന് ശേഷം എന്താണ് മാരി ചെയ്യാം എന്നുള്ളത് അവൾ തീരുമാനിച്ചു. ടൈ ദ നോട്ട് എന്ന് പറഞ്ഞാൽ ഗെറ്റ് മാരീഡ്. You are barking up the wrong tree if you expect us to lend you any money. Barking up the wrong tree, wrong choice. എന്താണ്? നിങ്ങൾ പൈസ ലെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു റോങ് ഡിസിഷനാണ്. When we needed a shoulder to cry on, it was mom we turned to. അങ്ങനെ ഒരാൾ, നമ്മൾ ഒരു പ്രോബ്ലം, ഒരു സിമ്പതി തോന്നുന്ന ഒരാളുണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? ഇറ്റ് വാസ് മോം വി ടേൺ ടു. വെൻ ഐ ഗോ ഹോം ഐ ക്യാൻ pour my heart out to my husband. Pour my heart, tell all my problems to my husband. When about to retire, my teacher seemed to run out of steam, lose energy. When about to retire, my teacher seemed to lose their energy or enthusiasm. What I like much about the new manager is that he does not like to throw his weight around. മാനേജറിൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? ഹി ഡസ് നോട്ട് ലൈക്ക് ടു ത്രോ ഹിസ് വെയ്റ്റ് അറൗണ്ട്. മാനേജർക്ക് എന്ത് ഇഷ്ടമല്ല? അതായത് നമ്മൾ ബോസായിട്ട് ആജ്ഞാപിക്കൂലേ, അങ്ങനത്തെ കാര്യങ്ങളും അദ്ദേഹം ചെയ്യാറില്ല. ദ ടൊറാൻഡോ wreaked havoc on all parts of the region. Wreaked havoc caused a lot of damage. ഒരുപാട് ഡാമേജ് ഉണ്ടാക്കി. The students' union sticking on their guns in demanding a cancellation of the exams. സ്റ്റുഡൻസിൻ്റെ യൂണിയൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സാം ക്യാൻസൽ ചെയ്യാൻ ഒരുപാട് ഉള്ള ഡിമാൻഡിൽ അവർ ഉറച്ചു നിന്നു. സ്റ്റിക്കിംഗ് ടു ദെയർ ഗൺസ്. She was at her wits' ends, wondering how she had managed it all that much short span of time. At her wits' end. Okay. At her wits' end means to be worried about a problem. Then she racked her brains, trying to remember exactly what she had said. She racked her brains means to think very hardly for a long time. Then my father's health improved by leaps and bounds. Very quickly or large amount. So my father's health improved very quickly. അതിന് പകരം വെരി ക്വിക്ക്ലി പറയുന്നത് ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് എന്ന് കൊടുത്തിരിക്കണേ. കാശ്മീർ ഹാസ് ബീൻ എ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഫോർ ഇയേഴ്സ്. ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് എ സബ്ജക്റ്റ് വിച്ച് കോസ് ഡിസഗ്രിമെൻറ്റ്. ഹെർ ഹൗസ് ഈസ് ജസ്റ്റ് റൗണ്ട് ദ കോർണർ. നിയർ. The company has locked horns with the unions over the proposed pay cuts. The company has locked horns. Lock horns means get involved in an argument. Then, no wonder Reshma is ill. She has been burning the candle at both ends for a long time. She was burning the candle at both ends for a long time എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് വർക്ക് ചെയ്തിട്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ലേറ്റായിട്ട് കിടക്കുക എന്നുള്ളതാണ്. സോ
നോ വണ്ടർ രേഷ്മ ഈസ് ഇൽ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ ഉള്ളത്. ഇഡിയംസൊക്കെ എഴുതിയെടുത്തിട്ട് സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ എല്ലാവരും സെൻറ്റൻസ് മേക്ക് ചെയ്യുക. ഇഡിയംസ് യൂസ് ചെയ്തിട്ട് നോട്ടിലേക്ക് എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.